എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് സെൻസെക്സിലെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എൻ്റെ നിഫ്റ്റി പ്ലാനിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇന്നത്തെ നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിക്ക് ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന ലെവൽസും ഇങ്ങനെയായിരുന്നു. അപ്പം ഈ ഒരു ലെവൽസ് അനുസരിച്ചിട്ട് ഇന്ന് പ്രൈസ് പെർഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ കാണാവുന്നതേ ഉള്ളൂ അല്ലേ. ചെറിയൊരു ഗ്യാപ്പ് പോലെ വന്നിട്ട് ഒന്ന് താഴോട്ട് ഇറങ്ങി നമ്മുടെ സപ്പോർട്ട് ലെവലിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലോട്ട് കയറി മുകളിലെ റെസിസ്റ്റൻസ് ലെവലിൽ ടാർഗറ്റ് പിടിക്കാൻ പറ്റും. അതായത് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് ഈ ഒരു പോയിന്റിന് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ അടുത്തുനിന്ന് ഒരു റിജക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുകളിലോട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. അങ്ങനെ മുകളിലോട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ന് അതുവരെ രേഖപ്പെടുത്തി ഉയരുവാണല്ലോ. എപ്പോഴും ടാർഗറ്റ് വയ്ക്കുമ്പോൾ അങ്ങനെയാണ്, ഞാൻ ടാർഗറ്റ്സ് പറയുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. എപ്പോഴും ടാർഗറ്റ് വയ്ക്കുമ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ അല്ലെങ്കിൽ ലോ, അതുവരെ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ അല്ലെങ്കിൽ ലോ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. ഇവിടെ നമുക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ ആദ്യത്തെ ടാർഗറ്റ് ആക്കി വെച്ച് പിന്നെയുള്ള ലെവല് രണ്ടാമത്തെ ടാർഗറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ടും ഒരു 3 മിനിറ്റിലും 5 മിനിറ്റിലൊക്കെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് എക്സിറ്റ് ആവുകയാണെങ്കിൽ വീണ്ടും നമുക്ക് അവിടെ നിന്ന് ഒരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ട് ഇന്നലെ നമുക്ക് കിട്ടിയതുപോലെ തന്നെയാണ് അല്ലെ. ഇന്നലെ നമുക്ക് കിട്ടിയതുപോലെ തന്നെ ഫസ്റ്റ് മുകളിലോട്ട് നിന്ന് കിട്ടി, പിന്നെ ഒന്ന് താഴോട്ട് വന്നു. അപ്പൊ അവിടെയും റിജക്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 5 മിനിറ്റിലെ റിജക്ഷൻ ആയിരുന്നു. ഇവിടെ താഴോട്ട് റിജക്ഷൻ കിട്ടിയ സമയത്ത് നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാം. താഴോട്ട് ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ലെവൽ ഇവിടെ ഉണ്ട്, ഡേയ്സ് ലോ ഒരു ലെവലായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിന്റെ അടുത്ത് നിന്നൊക്കെ ഒരു റിജക്ഷൻ പോലെ തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാൻ പറ്റും. അത് 5 മിനിറ്റിലോ 3 മിനിറ്റിലോ ഇല്ലെങ്കിൽ 1 മിനിറ്റ് ആണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് കോൾ ഓപ്ഷൻ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് പ്രൈസ് രാവിലെ ഒരു സിക്സാഗ് പോലെയായിരുന്നു, നമ്മുടെ ലെവലിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കൺസോൾഡേറ്റ് ആയി പോവുമായിരുന്നു. അതിനുശേഷം നമുക്കൊരു കോൾ ഓപ്ഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെ, പിന്നെ പ്രൈസ് കൺസോൾഡേറ്റ് ആയി. ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നിട്ട് നമ്മളൊരു പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാം എന്നേ ഉള്ളൂ. കൂടുതൽ അത് താഴോട്ട് വന്നിരുന്നില്ല. പിന്നീട് പ്രൈസ് കൺസോൾഡേറ്റ് ആയിട്ട് ശേഷം ഈ ഒരു റേഞ്ച് വിട്ട് പുറത്തോട്ട് പോയത് ഒരു 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് ഒരു 11 മണി വരെ കുഴപ്പമില്ലായിരുന്നു. രാവിലത്തെ കോൾ ഓപ്ഷൻ, പിന്നെ പുട്ട് ഓപ്ഷൻ, പിന്നെയും കോൾ ഓപ്ഷൻ, അങ്ങനെ ഒരു 3 ട്രേഡ് നല്ല ട്രേഡുകൾ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. അതിനുശേഷം പ്രൈസ് നല്ലൊരു മൊമെന്റം ഒരു ഭാഗത്തേക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ ഹോൾഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പ്രീമിയം ഡീകെ സംഭവിച്ച നമുക്ക് നഷ്ടമായിരിക്കും വരിക. ഇത് നിഫ്റ്റിയിൽ ഞാൻ മാർക്ക് ചെയ്ത ലെവൽസിന്റെ ആയിരുന്നു. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിൽ ഇന്നലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ് ഇങ്ങനെയായിരുന്നു ഇന്നത്തേക്ക് വേണ്ടിയിട്ട്. അപ്പൊ രാവിലെ തന്നെ ഇവിടെ ഓപ്പൺ ആയിട്ട് പ്രൈസ് താഴോട്ട് വന്നു. നമ്മൾ മാർക്ക് ചെയ്ത സപ്പോർട്ട് ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് കയറി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു കോൾ ഓപ്ഷൻ ട്രേഡ് എടുക്കുന്ന ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്ന ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈ ആണ് ആദ്യ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഡേയ്സ് ഹൈ. പിന്നീട് ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. എവിടെ നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടെ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യും. ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് ട്രേഡ് നോക്കാവുന്നതാണ്. നിഫ്റ്റിയിലെ പോലെ തന്നെ ഇവിടെയും നമുക്ക് നല്ലൊരു കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ലെവലിന്റെ ഉള്ളിൽ കൺസോളിഡേറ്റ് ആയി. ഈ കൺസോളിഡേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ കൺസോളിഡേഷൻ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാം, വീണ്ടും ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ആ കൺസോളിഡേഷനിൽ തന്നെ ഇതിങ്ങനെ തട്ടി തട്ടി കളിക്കുമ്പോൾ മുകളിൽ നിന്ന് പുട്ട് ഓപ്ഷനും താഴേന്ന് കോൾ ഓപ്ഷനും എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുത്തിട്ട് ഇരിക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ അവിടെ മറ്റൊരു കാര്യവും നമുക്ക് പോസിബിൾ ആയിട്ടുള്ളതല്ല. ഒരുപാട് നേരം ഹോൾഡ് ചെയ്യാൻ നിന്നാലും അത് നഷ്ടത്തിൽ അവസാനിക്കും. അപ്പോൾ സെൻസെക്സിലും നിഫ്റ്റിയിലും ഇങ്ങനെയായിരുന്നു നമുക്ക് ലെവൽസ് അനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ലെവൽസ് എല്ലാം കൃത്യമായിട്ടും തന്നെ നമുക്ക് ഉപകാരപ്രദമായി വന്നു. ശേഷം ഈ ഒരു ലെവൽ ബ്രേക്ക് ആയപ്പോഴും നമുക്ക് നേരെ പോയി ഒരു ടച്ച് കിട്ടിയത് റെസിസ്റ്റൻസിലാണല്ലേ. നിഫ്റ്റിയിലാണെങ്കിലും അതുപോലെ തന്നെയാണ്, നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള റെസിസ്റ്റൻസിലാണ്
ഒരു റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അതിന്റെ മുകളിലോട്ട് പ്രൈസ് കയറിയിട്ടില്ല. അപ്പൊ ഇനി നമുക്ക് നാളത്തെ എന്റെ ട്രേഡിംഗ് പ്ലാൻ നോക്കാം. ഇപ്പൊ ഇന്നലത്തെ ലെവൽസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ന് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്തു നോക്കിയപ്പോൾ ലെവൽസ് എല്ലാം കൃത്യമായിട്ടും തന്നെ നല്ല രീതിക്ക് വർക്ക് ആയിട്ടുണ്ട്. ഇനി നാളത്തെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ നോക്കാം. നിഫ്റ്റി നാളെ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ ആയിരിക്കും, ഫ്ലാറ്റ് ഓപ്പണിങ്ങോ എന്തും ആവട്ടെ. ഓപ്പണിംഗ് സംഭവിച്ചതിന് ശേഷം ആദ്യത്തെ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ ഫോം ആയിട്ട് അത് ക്ലോസ് ആയതിനു ശേഷം പിന്നീട് വരുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ക്യാൻഡിൽ എങ്ങോട്ട് സൂചിപ്പിക്കുന്നു, ഏത് ഡയറക്ഷനിലേക്ക് സൂചിപ്പിക്കുന്നു ആ ഡയറക്ഷനിലോട്ട് ഞാൻ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുക്കും. എൻട്രി എടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ്, ഇപ്പം മുകളിലോട്ടാണ് നമുക്കൊരു ഡയറക്ഷൻ സൂചിപ്പിച്ചതെങ്കിൽ ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുക്കും, മുകളിലോട്ട് തന്നെ ട്രേഡ് എടുക്കും. മുകളിലോട്ട് ട്രേഡ് എടുക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ്, അപ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഒരു ഹൈ ഉണ്ടാവും, ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈ, ആ ഹൈ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്, അതായത് ഡേയ്സ് ഹൈ, അതായിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് വരുന്ന എന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 23,450 ആയിരിക്കും. 23,450 നിന്നും ഒരു റിജക്ഷൻ ക്യാൻഡിൽ സൂചിപ്പിക്കാത്തത് വരെ ഞാൻ ഒരു കോൾ ഓപ്ഷൻ എക്സിറ്റ് ആവില്ല. 23,450 നിന്നും ഒരു 3 മിനിറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിന്റെയോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് അന്ന് അതുവരെ രേഖപ്പെടുത്തിയ ആ ഒരു ലോ ആയിരിക്കും, അതായിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് വരുന്ന ടാർഗറ്റ്സ് ഈ താഴെ രേഖപ്പെടുത്തിയതല്ല. ഇനി അതല്ല, ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ സൂചിപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് ഞാൻ ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇപ്പൊ 23,450 ഒരു പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ഒരു 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും മുകളിൽ കുറച്ചു നേരം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ 23,585 എന്ന ലെവലിലേക്ക്, 23,585, 612 എന്നീ ലെവലുകളിലേക്ക് ഞാൻ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. എവിടെ നിന്നാണോ ഒരു 5 മിനിറ്റ് 3 മിനിറ്റിന്റെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത് അവിടുന്ന് കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയി പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുക്കും. ഇനി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് താഴോട്ടാണെന്ന് വിചാരിക്കുക. അങ്ങനെ താഴോട്ടാണെങ്കിൽ, അതായത് ഡയറക്ഷൻ നമുക്ക് താഴോട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ തരുന്ന ഡിസ്കൗണ്ടിൽ എൻട്രി എടുത്ത് അതുവരെ രേഖപ്പെടുത്തിയ ആ ഒരു ലോ ഉണ്ടാവും, ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോ ആദ്യ ടാർഗറ്റ് ആയിരിക്കും. പിന്നീട് ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യും. എവിടെ നിന്നാണോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ എൻ്റെ ഒരു ലെവൽ, ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലിന്റെ അടുത്ത് വെച്ചോ ഇല്ലെങ്കിൽ ടച്ച് ആയിട്ടോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ സൂചിപ്പിച്ചാൽ 5 മിനിറ്റോ 3 മിനിറ്റോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് കോൾ ഓപ്ഷനിൽ എൻട്രി എടുക്കും. എന്നിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. നിഫ്റ്റിയില് ഇതാണ് എൻ്റെ ലെവൽസ്, ഇതാണ് എൻ്റെ പ്ലാൻ. നാളെ നമ്മൾ ഈ ഒരു ഇൻഡെക്സ് ഇങ്ങോട്ട് പോവും അല്ലെങ്കിൽ അങ്ങോട്ട് പോവും എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. അതിൽ നമുക്ക് പ്രോബബിലിറ്റി കുറയത്തേ ഉള്ളൂ. നാളെ എന്ത് തരുന്നോ അതെടുക്കാം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് എന്ത് തരുന്നോ അത് ട്രേഡ് ചെയ്തെടുത്ത് മാന്യമായിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഇനി സെൻസെക്സിലെ നാളത്തെ എൻ്റെ ലെവൽസും എൻ്റെ പ്ലാനും നോക്കുകയാണെങ്കിൽ, നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗൺ എന്ത് വേണേലും തരട്ടെ, ഓപ്പണിങ്ങിൽ രണ്ടാമത്തെ ക്യാൻഡിൽ 3 മിനിറ്റോ 5 മിനിറ്റോ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ ഒന്നാമത്തെ ക്യാൻഡിലിനെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഏത് ഡയറക്ഷനിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു എന്ന് നോക്കി ആ ഡയറക്ഷനിലേക്ക് തന്നെ ട്രേഡ് എടുക്കും. തരുന്ന ഡിസ്കൗണ്ടിൽ നിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ടാണ് ഡയറക്ഷൻ സൂചിപ്പിച്ചതെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളായിട്ട് വരുന്നത് 76,775. അത് ഞാൻ തിക്ക് ലൈനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് ബ്രേക്ക് ചെയ്ത് മുകളിൽ കുറച്ചു നേരമെങ്കിലും ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് 77,036, 77,149, 77,233, 437 എന്നീ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ 3 മിനിറ്റ് 5 മിനിറ്റിന്റെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത് അവിടെ നിന്ന് ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്ത് പുട്ട് ഓപ്ഷനിൽ എൻട്രി എടുത്ത് തിരിച്ച് താഴോട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. ഇനി ഓപ്പണിങ്ങില് നമുക്ക് ഡയറക്ഷൻ താഴോട്ടാണ് സൂചിപ്പിച്ചതെങ്കിൽ താഴോട്ട് ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യും. അതായത് ഇവിടെ നമുക്ക് 76,338, 76,256 പ്രധാനപ്പെട്ട ഒരു ലെവലായിട്ട് ആക്ട് ചെയ്യും. പിന്നീട് താഴോട്ട്
ഒന്ന് ഒരു കുറച്ച് നേരമെങ്കിലും അതിൻ്റെ താഴെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ 76,065, 75,912, 75,755 എന്നീ ലെവലുകൾ ടാർഗറ്റുകളാക്കി വെച്ച് താഴോട്ട് ട്രേഡ് ചെയ്യും. എവിടെ നിന്നാണോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത് അവിടെ നിന്ന് ഞാൻ പുട്ട് ഓപ്ഷൻ എക്സിറ്റ് ആയി കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അന്വേഷിക്കും. ഇതാണ് അപ്പം എൻ്റെ ലെവൽസ് ആയിട്ട് വരിക. ടാർഗറ്റുകളായിട്ടും എൻട്രി ഒക്കെ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ലെവലുകളാണ്. അപ്പോൾ നമുക്ക് നാളെ വൈകുന്നേരം ഇന്നത്തെ ലെവൽ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് നോക്കി മനസ്സിലാക്കാം. ഈ ലെവലുകൾ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ചാർട്ടിനെ ഒന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ലെവലുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.